T24 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വാർത്താസന്ധ്യയിലേക്ക് സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ലൈംഗിക പീഡന കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ബുധനാഴ്ച പരിഗണിക്കാനിരിക്കെ നിർണായക നീക്കങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. അതിജീവിതയ്ക്കെതിരെ സീൽഡ് കവറിൽ ചില രേഖകൾ രാഹുൽ കോടതിയിൽ സമർപ്പിച്ചു. രാഹുൽ വിവാഹ വാഗ്ദാനം നൽകിയിരുന്നതായി യുവതി മൊഴി നൽകിയിട്ടുണ്ട്. രാഹുലിന്റെ വീട്ടിൽ നിന്ന് വിവാഹത്തിന് സമ്മതം ലഭിക്കാൻ വേണ്ടിയാണ് ഗർഭം ധരിച്ചതെന്നും പെൺകുട്ടി പോലീസിന് നൽകിയ നിർണായക മൊഴിയിൽ പറയുന്നു. രാഷ്ട്രീയ പ്രേരിതമായ കേസെന്നാരോപിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കും. യുവതിക്കെതിരെ തെളിവെന്ന് ചൂണ്ടിക്കാട്ടി സീൽഡ് കവറിൽ ചില രേഖകൾ രാഹുൽ കോടതിയിൽ നൽകിയിട്ടുണ്ട്. ഗർഭചിത്രം സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടത്തിയതെന്ന് സ്ഥാപിക്കാനുള്ള രേഖ, പരാതി നൽകാൻ മറ്റൊരാൾ യുവതിയെ സമ്മർദ്ദപ്പെടുത്തുന്നതിന്റെ രേഖകൾ എന്നിവയാണ് കൈമാറിയതെന്നാണ് വിവരം. എന്നാൽ രാഹുലിനെതിരെ പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴിയിൽ രാഹുലിന് കുരുക്കാകുന്ന പല കാര്യങ്ങളുമുണ്ട്. രാഹുൽ വിവാഹ വാഗ്ദാനം നൽകിയിരുന്നതായി പെൺകുട്ടിയുടെ മൊഴിയുണ്ട്. ഡിവോഴ്സ് ആയതിനാൽ രാഹുലിന്റെ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കില്ലെന്നും കുഞ്ഞുണ്ടെങ്കിൽ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കുമെന്നും വിശ്വസിപ്പിച്ചു. ഗർഭം ധരിച്ചത് അതിനാലാണെന്നും പെൺകുട്ടി പോലീസിന് മൊഴി നൽകി. ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷം 5 മാസം കഴിഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരിചയപ്പെട്ടതെന്നും പെൺകുട്ടി മൊഴി നൽകി. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തെത്തിയിരുന്നു. വഞ്ചിയൂരിലുള്ള അഭിഭാഷകന്റെ ഓഫീസിൽ നേരിട്ടെത്തി വക്കാലത്ത് ഒപ്പിട്ട ശേഷമാണ് ഒളിവിൽ പോയത്. 24 തിരുവനന്തപുരം. ലൈംഗിക പീഡന പരാതിയിലൂടെ പുറത്തുവന്ന ആക്ഷേപങ്ങൾ നിലനിൽക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ചുള്ള വീക്ഷണം മുഖപ്രസംഗത്തിൽ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതൃത്വം. പാർട്ടി മുഖപത്രത്തിൽ അത്തരമൊരു ലേഖനം വരാൻ പാടില്ലായിരുന്നുവെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. എഡിറ്റോറിയൽ എഴുതിയവരോട് ചോദിക്കണമെന്നാണ് VD സതീശന്റെ പ്രതികരണം. എഡിറ്റോറിയലിൽ ജാഗ്രതക്കുറവുണ്ടായെന്ന വീക്ഷണം MD ജെയ്സൺ ജോസഫ് സമ്മതിച്ചു. പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന തലക്കെട്ടിൽ വീക്ഷണത്തിൽ വന്ന മുഖപ്രസംഗം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇതോടെയാണ് പ്രതികരണങ്ങളുമായി കോൺഗ്രസ് നേതാക്കൾ എത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പിന്തുണച്ച എഡിറ്റോറിയലിൽ ജാഗ്രതക്കുറവുണ്ടായെന്ന് വീക്ഷണം MD ജെയ്സൺ ജോസഫ് സമ്മതിച്ചു. എഡിറ്റോറിയൽ ബോർഡിനോട് വിശദീകരണം തേടിയെന്നും ജെയ്സൺ ജോസഫ്. പാർട്ടിയുടെ നിലപാടിനെതിരെയാണ് ലേഖനമെന്നും തിരുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പാർട്ടിയുടെ തീരുമാനത്തിനും നയത്തിനും യോജിച്ചതല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് തിരുത്താൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വീക്ഷണം എഡിറ്റോറിയലിനെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എഴുതിയവരോട് ചോദിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. രാഹുലിനെ ന്യായീകരിക്കാൻ പാർട്ടിയോ പാർട്ടി പത്രമോ തയ്യാറല്ലെന്നും എല്ലാ സ്ത്രീകൾക്കും മാനമുണ്ടെന്നും K മുരളീധരനും പ്രതികരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാനൊന്നും പാർട്ടിയോ പാർട്ടി പത്രമോ തയ്യാറല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണെന്നായിരുന്നു വീക്ഷണം മുഖപ്രസംഗത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക് 24. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെ CPIM വിമർശനങ്ങളെ മുകേഷ് MLAക്കെതിരായ ആരോപണമുയർത്തി പ്രതിരോധിക്കാൻ കോൺഗ്രസ്. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നാണ് പാർട്ടിയുടെ നയമെന്നും മുകേഷിനെ ന്യായീകരിച്ചവർക്ക് ധാർമ്മികത ഉപദേശിക്കാൻ അധികാരമില്ലെന്നും K മുരളീധരൻ പറഞ്ഞു. മുകേഷിനെതിരെ ഇതിനേക്കാൾ വലിയ കേസ് കിടക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. മുകേഷിനെതിരെ പരാതി വന്നപ്പോൾ അന്വേഷണം നടന്നിട്ടുണ്ടെന്നാണ് EP ജയരാജന്റെ മറുപടി. എൻ്റെ മുകേഷിനെന്താ പ്രത്യേകിച്ച് വലിയ മാന്യത വല്ലതും ഉണ്ടോ? രണ്ടും ചെയ്ത പ്രവൃത്തിയൊന്നും തന്നെയാണ്. രണ്ടും സ്ത്രീകളുടെ മേലെയുള്ള കളി ആര് കളിച്ചാലും ശരിയല്ല. അത് മുകേഷാണെങ്കിലും മാങ്കൂട്ടാണെങ്കിലും. പാർട്ടി എന്ന നിലയിൽ ഈ സംഭവം ഉണ്ടായപ്പോൾ ശക്തമായ നടപടി സ്വീകരിച്ചു. അപ്പുറത്ത് മുകേഷിൻ്റെ പേരിൽ ഇതിനേക്കാൾ വലിയ കേസ് കിടക്കുക. മുകേഷ് എന്ന് പറഞ്ഞ സിനിമാ നടനും കൊല്ലം MLAയുമായ മുകേഷിൻ്റെ പേരിൽ ഇതിനേക്കാൾ വലിയ കേസ് കിടക്കുക. പാർട്ടി സസ്പെൻഡ് ചെയ്തോ? നടപടിയെടുത്തോ? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ എങ്ങനെയാണ് കോൺഗ്രസിനകത്ത് രണ്ട് അഭിപ്രായം ഉണ്ടാവുക? ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണത്. ഇത് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് സർവനാശത്തിലേക്കാണ്. കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ നടപടികൾക്ക് തന്നെ വിധേയമാക്കേണ്ടതാണ്. നടപടികൾ എടുക്കാൻ കോൺഗ്രസിന് ത്രാണിയില്ല എന്ന് വന്നാൽ അത് കോൺഗ്രസിൻ്റെ ഗതികേടാണ്. അത് സിനിമയുടെ രംഗവും വേറെയാണ്. ഇപ്പോൾ എന്തിനാണ് ആ വാദം ഉന്നയിക്കുന്നത്? എന്തിനാണ് ഈ കുറ്റവാളിയെ രക്ഷിക്കാൻ പുറപ്പെടുന്നത്? ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അത് ആ ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ അതിൻ്റെ വഴിക്ക് പോയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിന്റെ 2 ജാമ്യാപേക്ഷകളും തള്ളി. ഈ ഘട്ടത്തിൽ ജാമ്യം നൽകാൻ കഴിയില്ലെന്ന് കൊല്ലം വിജിലൻസ് കോടതി വ്യക്തമാക്കി. അതേസമയം ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കടത്തിയ കേസിൽ KS ബൈജുവിനെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 2 കേസുകളിലും പ്രതിയായ തിരുവാഭരണ മുൻ കമ്മീഷണർ
KS ബൈജുവിന്റെ ജാമ്യാപേക്ഷകൾ കൊല്ലം വിജിലൻസ് കോടതിയാണ് തള്ളിയത്. നിലവിൽ കേസന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നും ഈ ഘട്ടത്തിൽ പ്രതിക്ക് ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ ബാധിക്കുമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. പ്രോസിക്യൂഷൻ വാദം പരിഗണിച്ച വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. അതേസമയം ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി കടത്തിയ കേസിൽ KS ബൈജുവിനെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തു. A. പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് KS ബൈജുവിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയത്. ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെയാണ് സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയതെന്നാണ് KS ബൈജു ആവർത്തിച്ചു. തന്ത്രിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനും അന്വേഷണ സംഘം തീരുമാനമെടുത്തിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങി തന്ത്രിയുമായുള്ള ബന്ധം സംബന്ധിച്ച് വ്യക്തത വരുത്താനും അന്വേഷണ സംഘം തീരുമാനമെടുത്തു. ഡിസംബർ 5 വരെ KS ബൈജുവിനെ കോടതി റിമാൻഡ് ചെയ്തു. കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D. സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി വിശദമായ വാദം കേൾക്കാൻ അടുത്ത മാസം 3 മാറ്റി. 24 കൊല്ലം. ഇനി ശബരിമല വാർത്തകളിലേക്കാണ്. ശരണം സന്നിധാനം. ശരണം സന്നിധാനം കോ-പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. കോ-സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ തീർത്ഥാടന തിരക്കിന് കുറവില്ല. ഇതുവരെ 60,000-ന് മുകളിൽ ഭക്തർ ദർശനം നടത്തി. സ്പോട്ട് ബുക്കിംഗിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം തുടരുകയാണ്. ഇന്നലെ 97,711 ഭക്തർ ദർശനം നടത്തി. വൈകിട്ട് നട തുറന്നതു മുതൽ തീർത്ഥാടകരുടെ നീണ്ട നിരയാണ് സന്നിധാനത്ത്. ഇതര സംസ്ഥാന തീർത്ഥാടകർക്ക് പുറമെ മലയാളി ഭക്തരുടെ വരവും കൂടിയിട്ടുണ്ട്. നിയന്ത്രണങ്ങളോടെയാണ് പമ്പയിൽ നിന്ന് ഭക്തരെ കയറ്റിവിടുന്നത്. പ്രതിദിനം 1000-ലധികം പേരാണ് കാനനപാത വഴി എത്തുന്നത്. പോലീസിന്റെയും കേന്ദ്രസേനയുടെയും നിരീക്ഷണത്തിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച ഡിറ്റ്വ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തേക്ക്. നാളെ പുലർച്ചെ ഡിറ്റ്വ തീരം തൊടും. ചെന്നൈയിൽ നിന്നുള്ള 54 വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. 5 ജില്ലകളിലും പുതുച്ചേരി, കാരക്കൽ മേഖലകളിലും റെഡ് അലർട്ടാണ്. ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ പ്രളയത്തിൽ ശ്രീലങ്കയിൽ മരണം 130 കടന്നു. മുപ്പതിന് പുലർച്ചെ ഡിറ്റ്വ ചുഴലിക്കാറ്റ് തമിഴ്നാടിന്റെ തീരത്തെത്തും. ശ്രീലങ്കയിൽ ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശവും മുന്നൊരുക്കങ്ങളുമാണ് തമിഴ്നാട്ടിൽ. ഇന്ന് 5 ജില്ലകളിലും പുതുച്ചേരിയിലും കാരക്കലിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ചെന്നൈ ഉൾപ്പെടെ 13 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മണിക്കൂറിൽ 8 കിലോമീറ്റർ വേഗതയിൽ നീങ്ങുന്ന ഡിറ്റ്വ നിലവിൽ നാഗപട്ടണത്തെ വേദാരണ്യം തീരത്തു നിന്നും 80 കിലോമീറ്റർ അകലെയാണ്. ചെന്നൈ തീരത്തു നിന്നും 380 കിലോമീറ്റർ അകലെയാണ് ഡിറ്റ്വ ഉള്ളത്. രാമനാഥപുരം, കടലൂർ, നാഗപട്ടണം തുടങ്ങിയ ജില്ലകളിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റുമുണ്ട്. തീരദേശ ജില്ലകളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ചെന്നൈയിൽ നിന്നുള്ള 54 വിമാന സർവീസുകൾ റദ്ദാക്കി. ഡിറ്റ്വ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ മഴയിലും മണ്ണിടിച്ചിലും ശ്രീലങ്കയിൽ മരണം 130 കടന്നു. 150ഓളം പേരെ കാണാതായി. 20 ജില്ലകൾ ഇപ്പോഴും വെള്ളത്തിലടിയിലാണ്. രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ടെങ്കിലും പലയിടങ്ങളിലും സേനകൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. ഇന്ത്യൻ നാവികസേനയും രക്ഷാപ്രവർത്തനത്തിനുണ്ട്. 24 ചെന്നൈ. ഡിറ്റ്വ ചുഴലിക്കാറ്റ് സംസ്ഥാനത്തെ നേരിട്ട് ബാധിക്കില്ല. എന്നാൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ സംസ്ഥാനത്ത് ഇടത്തരം മഴ തുടരാൻ സാധ്യത. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിൽ മഴ കനത്തേക്കും. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ആലപ്പുഴ കൈനകരിയിൽ ഗർഭിണിയായ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ 2ാം പ്രതി രജനിക്ക് വധശിക്ഷ. ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പുറപ്പെടുവിച്ചത്. 1ാം പ്രതി പ്രബീഷിനെ കഴിഞ്ഞ ദിവസം വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. ആലപ്പുഴ സ്വദേശികളായ പ്രബീഷും രജനിയും വർഷങ്ങളായി ഒരുമിച്ചായിരുന്നു താമസം. ഇതിനിടെ പാലക്കാട് ജോലി ചെയ്തിരുന്ന അനിതയുമായി പ്രബീഷ് പ്രണയത്തിലായി. ഗർഭിണിയായതോടെ വിവാഹം കഴിക്കണമെന്ന ആവശ്യം അനിത ഉയർത്തിയിരുന്നു. ഗർഭം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെയാണ് പ്രബീഷും രജനിയും ചേർന്ന് കൊല നടത്തിയത്. രജനിയുടെ തൊട്ടുവാത്തലയിലെ വീട്ടിൽ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയ ശേഷം പൂക്കയതയാറ്റിൽ മൃതദേഹം തള്ളി. കൊലപാതകത്തിന് ക്രൂരത കണക്കിലെടുത്താണ് കോടതി ഇരുവർക്കും വധശിക്ഷ വിധിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു പ്രബീഷിന്റെ ശിക്ഷാവിധി. ലഹരിക്കടത്ത് കേസിൽ ഒഡീഷയിലെ ജയിലിലായിരുന്ന രജനിയെ അന്ന് കോടതിയിലാക്കാൻ സാധിച്ചില്ല. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് രജനിയുടെ ശിക്ഷാവിധി ഇന്നത്തേക്ക് മാറ്റിയത്. 2021 ജൂലൈയിലായിരുന്നു സംഭവം. 112 സാക്ഷികളുണ്ടായിരുന്ന കേസിൽ 82 പേരെ വിസ്തരിച്ചു. 131 രേഖകളും
പൂക്കയതയാറ്റിൽ മൃതദേഹം തള്ളാൻ ഉപയോഗിച്ച ഫൈബർ വള്ളമടക്കം 53 തൊണ്ടി മുതലുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി. രജനിയുടെ അമ്മയും പ്രോസിക്യൂഷൻ അനുകൂലമായി സാക്ഷി പറഞ്ഞിരുന്നു. 24 ആലപ്പുഴ. തിരുവനന്തപുരം കേശവദാസപുരം മനോരമ വധക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവ്. ബീഹാർ സ്വദേശിയായ ആദം അലിക്കാണ് തിരുവനന്തപുരം മഞ്ചൂർ അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം കഠിന തടവും 90,000 രൂപ പിഴയും വിധിച്ചത്. കോടതിയിൽ നിന്ന് ഇറങ്ങിയോടാൻ ശ്രമിച്ച പ്രതിയെ പോലീസും അഭിഭാഷകരും ചേർന്ന് കീഴ്പ്പെടുത്തി. സ്വർണവും പണവും കവർച്ച ചെയ്യാനായി 68-കാരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. 2021 നടന്ന കൊലപാതകത്തിൽ 4 വർഷത്തിന് ശേഷമാണ് ശിക്ഷാവിധി. പ്രതി കുറ്റക്കാരനെന്ന് വിധിച്ചതിന് പിന്നാലെ ബീഹാർ സ്വദേശിയായ ആദം അലി കോടതിയിൽ നിന്ന് ഇറങ്ങി ഓടാൻ ശ്രമിച്ചു. പോലീസും അഭിഭാഷകരും ചേർന്നാണ് പ്രതിയെ കീഴ്പ്പെടുത്തിയത്. പിന്നാലെയായിരുന്നു ശിക്ഷാവിധി. 362 വകുപ്പ് പ്രകാരം ജീവപര്യന്തം കഠിന തടവും 50,000 രൂപയുമാണ് ശിക്ഷ. 449 വകുപ്പ് പ്രകാരം 10 വർഷം തടവും 10,000 രൂപ പിഴയും, 393 വകുപ്പ് പ്രകാരം 7 വർഷം തടവും 10,000 രൂപ പിഴയും, 397 വകുപ്പ് പ്രകാരം 7 വർഷം തടവും 17,000 രൂപ പിഴയും, 201 വകുപ്പ് പ്രകാരം 7 വർഷം തടവും 10,000 രൂപ പിഴയും എന്നിങ്ങനെയാണ് ശിക്ഷ. ശിക്ഷ ഒറ്റ ജീവപര്യന്തമായി അനുഭവിച്ചാൽ മതി. ആകെ പിഴത്തുക 90,000 രൂപ അടയ്ക്കണം. കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവിന് നഷ്ടപരിഹാരം നൽകാനും കോടതി വിധിച്ചു. മനോരമയുടെ വീടിന് സമീപത്ത് ജോലിക്കെത്തിയതായിരുന്നു പ്രതി ആദം അലി. ആളില്ലാത്ത സമയം നോക്കി മനോരമയെ കൊലപ്പെടുത്തി കിണറ്റിലിടുകയായിരുന്നു. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യത്തിനായി തിരുവിതാംകൂർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. വിവരങ്ങളുമായി അരുൺരാജാണ് കൊല്ലത്ത് നിന്ന് ചേരുന്നത്. അരുൺ, ഗുഡ് ഈവനിംഗ്. ഈ ഒരു അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിച്ചു, തനിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ല എന്നാണല്ലോ ഇപ്പോൾ പത്മകുമാറിന്റെ വാദം. ക്രിസ്റ്റിന, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലാണ് ശബരിമല ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ ഇപ്പോൾ ജാമ്യാപേക്ഷയുമായി കൊല്ലം വിജിലൻസ് കോടതിയിൽ സമീപിച്ചിരിക്കുന്നത്. തനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട്. താൻ അന്വേഷണത്തോട് വളരെ കാര്യമായിട്ടാണ് സഹകരിക്കുന്നത്. തനിക്ക് വലിയ പ്രായമുണ്ട്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ജയിലിൽ കിടത്തുന്നത് മനുഷ്യത്വരഹിതമാണ്. അതുപോലെ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ല. ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന പദവിയിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ താൻ ചെയ്തുള്ളൂ. അപ്പുറം നടന്നിട്ടുള്ളത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള വലിയ ഗൂഢാലോചനയാണ്. അതിൽ തന്നെ വലിച്ചിഴക്കരുത്. അന്വേഷണ സംഘത്തിന് ഇക്കാര്യങ്ങൾ താൻ ബോധ്യപ്പെടുത്തി കൊടുത്തതാണ്. അതുകൊണ്ട് തനിക്ക് ജാമ്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. ജാമ്യ ഹർജി ചൊവ്വാഴ്ച കോടതി പരിഗണിക്കും. പ്രധാനമായും ഈ കേസിൽ നേരത്തെ തന്നെ പുരാരി ബാബുവിന്റെയും അതുപോലെ തന്നെ ബൈജുവിന്റെയും സുധീഷ് കുമാറിന്റെയും അടക്കം ജാമ്യാപേക്ഷ കോടതി തള്ളുന്ന കാഴ്ചയാണ് കണ്ടത്. വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വിശദമായ വാദം കേൾക്കുകയും എൻ വാസുവിന് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡിസംബർ 3 ഈ കോടതി വിധി പറയാനിരിക്കെയാണ് പത്മകുമാർ കൂടി കോടതിയെ സമീപിക്കുന്നത്. എന്തായാലും ഇതിൽ പ്രോസിക്യൂഷന്റെ വാദമായിരിക്കും ഏറെ നിർണായകം. കാരണം അവ്യക്തമായ ഒരു മൊഴിയാണ് പത്മകുമാർ നൽകിയതെന്ന നിഗമനത്തിലാണ് നിലവിൽ ഈ SIT ടീം ഉള്ളത്. ഇതിൽ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് ആദ്യമായി എത്തിച്ചത് അരുൺരാജാണ് കൊല്ലത്ത് നിന്ന്. മുനമ്പം ഭൂസമരം നാളെ അവസാനിക്കാനിരിക്കെ സമരസമിതിയിൽ ഭിന്നത. സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം 5 പേർ മാത്രം ചേർന്നെടുത്തതെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു. നാളെ മുതൽ പുതിയ സമരം തുടങ്ങുമെന്നാണ് പ്രഖ്യാപനം. അതേസമയം സർക്കാരിന്റെ ഉറപ്പ് വിശ്വസിച്ച് സമരം നിർത്തുന്നുവെന്ന് മുനമ്പം പള്ളി സഹവികാരി ഫാദർ മോൻസി വർഗീസ് പറഞ്ഞു. മുനമ്പം ഭൂമി തർക്കത്തിൽ അന്തിമവിധി വരുന്നതുവരെ കരം സ്വീകരിക്കാമെന്ന ഹൈക്കോടതി ഉത്തരവും സർക്കാരിന്റെ അനുകൂല നിലപാടും ചൂണ്ടിക്കാട്ടിയാണ് നാളെ ഭൂസംരക്ഷണ സമിതി 413 ദിവസമായി തുടരുന്ന സമരം നിർത്തുന്നത്. നാളെ ഉച്ചയ്ക്ക് 2:30 സമരപ്പന്തലിൽ മന്ത്രി പി രാജീവ്, MLA KN ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരെത്തി നിരാഹാര സമരം ഇരിക്കുന്നവർക്ക് നാരങ്ങാനീര് നൽകും. ഒരു പാർട്ടിയുടെയും വിജയമല്ല, 610 കുടുംബങ്ങളുടെ ഐക്യത്തിന്റെ വിജയമാണ് ഉണ്ടായതെന്ന് മുനമ്പം പള്ളി സഹവികാരി ഫാദർ മോൻസി വർഗീസ്. ഇത് ഒരു പാർട്ടിക്കോ അതുമല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിനോ അതുമല്ലെങ്കിൽ ഒരു ആശയത്തിനോ ഉള്ള ഒരു വിജയമല്ല, ഇത് ഈ 610 കുടുംബങ്ങളുടെ വിജയമാണ്. ഈ തീരുമാനത്തിനെതിരായിട്ടാണ് ഒരു വിഭാഗം രംഗത്തെത്തിയത്. താൽക്കാലിക ആശ്വാസം മാത്രമാണ് ഉണ്ടായതെന്നും വഖഫ് രജിസ്റ്ററിൽ നിന്ന് മുനമ്പത്തെ ഭൂമി ഒഴിവാക്കിയിട്ടില്ലെന്നും ഇവർ പറയുന്നു. അതുകൊണ്ട് തന്നെ നാളെ പുതിയ സമരപ്പന്തൽ കെട്ടി സമരം തുടങ്ങാനാണ് മറുചേരിയുടെ നീക്കം. ഞങ്ങളുടെ എല്ലാ റവന്യൂ അവകാശവും പരിപൂർണമായിട്ട് കിട്ടുന്നത് വരെ ഞങ്ങൾ വീണ്ടും സമരം ആരംഭിക്കുന്നു. ഇതൊരു ഇലക്ഷൻ ഗിമ്മിക്ക് അല്ലാതെ വേറെ എന്ത് ഗിമ്മിക്ക്, വേറെ എന്തെന്നാണ് ഇതിനകത്തുള്ളത്? സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ നയിച്ച സമരം അവസാനിപ്പിക്കാനിരിക്കെയാണ് മുനമ്പത്ത് പുതിയ പ്രതിസന്ധി. 24 കൊച്ചി. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. പഞ്ചായത്തിലോട്ട് കോ സ്പോൺസേഡ് ബൈ
വോക്കർ ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന വിമതർക്കെതിരെ നടപടി ശക്തമാക്കി പാർട്ടികൾ. ആലപ്പുഴയിൽ സിപിഐയും പത്തനംതിട്ടയിൽ സിപിഐഎമ്മും വിമതരെ പുറത്താക്കി. പാലക്കാട് ജില്ലയിലെ 5 പ്രവർത്തകരെ കോൺഗ്രസും പുറത്താക്കി. ബോംബെറിഞ്ഞ കേസിലെ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പയ്യന്നൂർ നഗരസഭയിലെ സിപിഐഎം സ്ഥാനാർത്ഥി VK നിഷാദ് ഹൈക്കോടതിയെ സമീപിച്ചു. ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതരായി നിൽക്കുന്നവരോട് പലതവണ അനുനയ ചർച്ച നടത്തിയിട്ടും ഫലമില്ലാതായതോടെയാണ് പത്തനംതിട്ടയിലും ആലപ്പുഴയിലും പാർട്ടികൾ നടപടികളിലേക്ക് കടന്നത്. ആലപ്പുഴ ജില്ലയിലെ വിമതർക്കെതിരെയാണ് CPIM നടപടി സ്വീകരിച്ചത്. അരൂർ നഗരസഭ 24-ാം വാർഡിലെ വിമത സ്ഥാനാർത്ഥി സുമാ നരേന്ദ്രൻ, 22-ാം വാർഡിലെ വിമത സ്ഥാനാർത്ഥിയായ ബീന ബാബു എന്നിവരെയാണ് CPIM പുറത്താക്കിയത്. CPIM ജില്ലാ ഏരിയ നേതൃത്വങ്ങൾ ഇടപെട്ടിട്ടും ഇരുവരും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ തയ്യാറായിരുന്നില്ല. ആലപ്പുഴ ജില്ലയിൽ മാരാരിക്കുളം തെക്ക് 3-ാം വാർഡിലെ വിമത സ്ഥാനാർത്ഥി KP അശോകനെയാണ് CPI ഇന്ന് പുറത്താക്കിയത്. അശോകന് പിന്തുണ നൽകുന്ന മണ്ഡലം കമ്മിറ്റി അംഗം CS രാധാകൃഷ്ണനെയും CPI പുറത്താക്കി. അതിനിടെ പയ്യന്നൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ കേസിലെ ശിക്ഷാവിധി തടയണമെന്നാവശ്യപ്പെട്ട് LDF സ്ഥാനാർത്ഥിയും DYFI നേതാവുമായ VK നിഷാദ് ഹൈക്കോടതിയെ സമീപിച്ചു. പയ്യന്നൂർ നഗരസഭയിലെ 46-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയാണ് VK നിഷാദ്. ഹർജിയിൽ പ്രോസിക്യൂഷന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ഡിസംബർ 8-നകം മറുപടി നൽകണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. കേസിൽ വിവിധ വകുപ്പുകളിലായി 20 വർഷം കഠിന തടവും 2.5 ലക്ഷം രൂപ പിഴയുമാണ് നിഷാദിന് വിചാരണ കോടതി ശിക്ഷ വിധിച്ചത്. ന്യൂസ് ബ്യൂറോ 24. ജമാഅത്തെ ഇസ്ലാമി UDF സഹകരണത്തിൽ കടുത്ത വിമർശനവുമായി സമസ്ത നേതൃത്വം. ജമാഅത്തെ ഇസ്ലാമിയെ തിരിച്ചറിയാതിരിക്കുന്നത് അപകടകരമെന്ന് സത്താർ പന്തല്ലൂർ പറഞ്ഞു. അപകടം ചൂണ്ടിക്കാട്ടുന്നവരെ സഖാവാക്കി ചിത്രീകരിക്കുന്നുവെന്നും വിമർശനമുണ്ട്. ഒരു ഭാഗത്ത് മൗദൂദിയെ തള്ളിപ്പറയുന്നു, മറുഭാഗത്ത് തങ്ങളുടെ യുവജന സംഘടനയെ വിട്ടുകൊണ്ട് മൗദൂദിയുടെയും ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്ന ലോകത്തെ പല രാജ്യങ്ങളും നിരോധിക്കപ്പെട്ട ആ സംഘടനയുടെ സ്ഥാപകനായ ഹസനുൽ ബന്നയുടെ ഫോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോഴിക്കോട്ടങ്ങാടിയിൽ കോഴിക്കോട് എയർപോർട്ടിലേക്ക് മാർച്ച് നടത്തുന്നു. ഒരു ഭാഗത്ത് വലിയ ബഹുസ്വരതയുടെ മനോഹരമായ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മതേതരത്വത്തിന്റെ ആളുകളാണെന്ന് പറയുകയും, മറുഭാഗത്ത് ഈ മതരാഷ്ട്രവാദത്തിന്റെ അപകടകരമായ ആശയങ്ങൾ കൊണ്ടുവന്ന അത്തരം ആളുകളുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രൊട്ടസ്റ്റ് നടത്തുകയും ചെയ്യുന്ന ഈ കപടന്മാരെ ഇനിയും ആർക്കെങ്കിലും തിരിച്ചറിയാൻ വൈകിയിട്ടുണ്ടെങ്കിൽ അത് അപകടകരമാണ്. ജമാഅത്തെ ഇസ്ലാമിയെ ചിലർ വീട്ടിലേക്ക് കൈപിടിച്ചു കയറ്റിയെന്ന് ഉമർ ഫൈസി മുക്കം വിമർശിച്ചു. സമസ്ത ഓമശ്ശേരിയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് വിമർശനമുയർന്നത്. ജമാഅത്തെ ഇസ്ലാമി ഒരു ഭീകര സംഘടനയാണെന്നും ഈ ജനാധിപത്യ വ്യവസ്ഥയോട് യോജിക്കാത്ത, മതേതര സ്വഭാവത്തോട് യോജിക്കാത്ത ഒരു സംഘടനയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ അതിന് നമ്മൾ കൂട്ടു നിൽക്കാന്ന് പറഞ്ഞാൽ അത് അപകടമാണ്. അതിൽ കൂടെ അവർ വളരും. ഇന്ന് അവരെവിടെയില്ല. ഇല്ലാത്ത ഈ സാധനത്തിനെ കൂട്ടുപിടിച്ചിട്ട് നമ്മുടെ വീടിന്റെ അടുക്കളയിലൊക്കെ അവർ എത്തിക്കേണ്ട ആവശ്യമുണ്ടോ? മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ കർണാടക കോൺഗ്രസിൽ താൽക്കാലിക മഞ്ഞൊരുക്കം. പാർട്ടിയാണ് വലുതെന്നും ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുമെന്നും ഇരു നേതാക്കളും ചർച്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു. മലപ്പുറത്തെ യൂത്ത് ലീഗ് പ്രവർത്തകൻ ഒതായി മനാഫിനെ കൊലപ്പെടുത്തിയ കേസിൽ 1-ാം പ്രതി മാലങ്ങാടൻ ഷഫീഖിന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. 3 പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ നൽകുമെന്ന് മനാഫിന്റെ കുടുംബം. നടിയെ ആക്രമിച്ച കേസിൽ വിധി വരാനിരിക്കെ 3-ാം പ്രതി മണികണ്ഠൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. മദ്യലഹരിയിൽ കൈഞ്ഞരമ്പ് മുറിച്ച് മണികണ്ഠൻ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു. നീലഗിരി ദേവർശോലയിൽ ഭീതി പരത്തിയ കടുവ പിടിയിൽ. കുട്ടായിമട്ടം പ്രദേശത്ത് വെച്ച കൂട്ടിലാണ് കുടുങ്ങിയത്. 3 മാസത്തിനിടെ 20-ലേറെ വളർത്തുമൃഗങ്ങളെയാണ് കടുവ കൊന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.